തിരുവനന്തപുരം തിരുവല്ലത്ത് ഗാർഹിക പീഡനത്തെ തുടർന്ന് ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികൾ അറസ്റ്റിൽ. ഭർത്താവ് നൌഫൽ, പിതാവ് നജീബ്, മാതാവ് സുനിത എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ 3 ആഴ്ചയായി ഒളിവിലായിരുന്നു. ശ്യാം കാങ്കാലിൽ ചേരുന്നു. ശ്യാം, വിവരങ്ങൾ. രോഹിണി, തിരുവല്ലത്ത് ഷഹനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ ഭർത്തൃ വീട്ടിലെ പീഡനമാണ് പ്രധാനമായും ഈ ഷഹനയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്ന പ്രധാനപ്പെട്ട ആരോപണം. തിരുവല്ലത്ത് വീട്ടമ്മയായ ഷഹന ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ ഭർത്താവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായിട്ടുള്ളത്. ഭർത്താവ് നൌഫൽ, പിതാവ് നജീബ്, മാതാവ് സുനിത എന്നിവരാണ് നിലവിൽ തിരുവല്ലം പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. പ്രതികൾ 3 ആഴ്ചയായി ഒളിവിലായിരുന്നു. ഈ ഷഹാനയുടെ കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ആഴ്ചയും കുടുംബം സെക്രട്ടേറിയറ്റിലേക്ക് ഉപരോധ സമരം നടത്തിയിരുന്നു. ഈ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പോലീസ് പ്രതികളെ പിടികൂടാത്ത സാഹചര്യം അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ സഹായിച്ച കടക്കൽ സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള നവാസിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്കും പോലീസ് പോയിരുന്നു. കാരണം ഈ പ്രതികൾക്ക് രക്ഷപ്പെടാൻ പാകത്തിനുള്ള വിവരങ്ങൾ, ഈ അന്വേഷണ വിവരം ചോർത്തി നൽകിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലുള്ള നടപടി. ഇയാൾ ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്നായിരുന്നു അന്ന് പോലീസ് വിലയിരുത്തിയിരുന്നത്. ഒപ്പം തന്നെ ഇയാൾക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് നിർദ്ദേശമുണ്ടായിരുന്നു. ഈ സംഭവം നടന്ന്, അതായത് ഈ കടക്കൽ സ്റ്റേഷനിലെ CPO നവാസിനെ സസ്പെൻഡ് ചെയ്ത നടപടിക്ക് ശേഷവും 2 ആഴ്ച പിന്നിട്ടിട്ടും ഈ ഷഹാനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രതികളെ ഒന്നും തന്നെ പിടികൂടാൻ പോലീസിനായിരുന്നില്ല. അതേസമയം പ്രതികൾക്കായുള്ള പരിശോധന തുടരുകയാണെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ് ഉള്ളത്. അതേസമയം സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം തിരുവല്ലം പോലീസിന്റെ പ്രത്യേക സംഘം ഇതിനോടകം അന്വേഷണം നടത്തിയിരുന്നെങ്കിലും പോലീസിന് കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പിന്നീട് ഇവർ മൊബൈൽ ഫോണും വാഹനങ്ങളും അടക്കം ഉപേക്ഷിച്ച് പോയൊരു സാഹചര്യമാണ് എന്നായിരുന്നു അന്ന് പോലീസ് വ്യക്തമാക്കിയത്. ആ കേസിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട ഒളിവിലായിരുന്ന 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭർത്താവ് ഉൾപ്പെടെ 3 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ പ്രധാനമായും ഈ ഷഹനയുടെ കുടുംബം ആരോപിക്കുന്നത് ഈ ഷഹന തിരുവല്ലത്ത് ഭർത്താവിന്റെ വീട്ടിൽ കൊടിയ മാനസിക പീഡനത്തിനും ശാരീരിക പീഡനങ്ങൾക്കും ഇരയായി എന്നുള്ളത് തന്നെയാണ്. അതിന് അവർ ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിയ പ്ലക്കാർഡ് മേന്തിയായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് കഴിഞ്ഞ ആഴ്ച ഉപരോധ സമരം നടത്തിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പ്രതികളായിട്ടുള്ള ഭർത്താവ് നൌഫലും പിതാവ് നജീബും മാതാവ് സുനിത എന്നിവര് തിരുവല്ലം പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നത്. ശ്യാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാര്യത്തിൽ പോലീസ് തുടക്കം മുതൽ ഒരു ഒളിച്ചുകളി നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ള ആരോപണം ശക്തമായിരുന്നു. എന്തായാലും വളരെ നാൾ 3 ആഴ്ചയിലേറെ ഒളിവിലായിരുന്ന പ്രതികളെ ഇപ്പോഴാണ് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ഇനി തെളിവുകൾ ശേഖരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യവിലോപം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതും കേസ് കോടതിയിലെത്തിയാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഒരു അനാസ്ഥ ആദ്യം മുതൽക്കേ വ്യക്തമായിരുന്നു. തീർച്ചയായും രോഹിണി, ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽക്ക് തന്നെ പോലീസിന്റെ ഒരു നിഷ്ക്രിയത്വം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബന്ധുക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു. പോലീസ് ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന ആരോപണമായിരുന്നു അവർ അന്ന് നടത്തിയിരുന്നത്. പിന്നീട് ഈ ബന്ധുക്കളുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമിതി രൂപീകരിക്കുകയും നാട്ടുകാരടക്കമുള്ള ആളുകൾ ഇതിൽ പങ്കാളികളാവുകയും പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസിൽ നിന്ന് ഒരു തിക്താനുഭവം കുടുംബത്തിലുണ്ടാകുന്നത്. കാരണം ഈ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുക, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ സഹായിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. പിന്നെ കടക്കൽ സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള നവാസ് എന്നയാള് കൃത്യമായ അന്വേഷണ വിവരം പ്രതികൾക്ക് ചോർത്തി നൽകുന്നു. അങ്ങനെ അത് കണ്ടെത്തിയ ആരോപണം കുടുംബം ഉന്നയിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ പോലീസ് ഈ CPOക്കെതിരെ അന്വേഷണം നടത്തുന്നതും ഒപ്പം തന്നെ ഈ ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇയാളെ CPO നവാസിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്കൊക്കെ കടന്നത്. പിന്നീട് പക്ഷേ ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 1.5 വയസ്സുകാരിയായ മകൾക്കൊപ്പം 3 മാസമായി തന്നെ സ്വന്തം വീട്ടിലായിരുന്നു ഷഹന താമസിച്ചിരുന്നത്. ഈ വീട്ടിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഷഹനയും മകളെയും കൂട്ടിക്കൊണ്ടുപോകാനായി ഭർത്താവ് നൌഫൽ എത്തിയിരുന്നു. എന്നാൽ ഈ ഷഹന ഇതിന് തയ്യാറായിരുന്നില്ല എന്നാണ് അന്ന് ബന്ധുക്കൾ അടക്കം പറഞ്ഞിരുന്നത്. പിന്നീട് തുടർന്ന് മകളെയും കൂട്ടി നൌഫൽ മടങ്ങി. ഇതിന് പിന്നാലെ മുറിയിൽ കയറി വാതിലടച്ച ഷഹന ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് അന്ന് കുടുംബം വ്യക്തമാക്കിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ടുള്ള ഒക്കെ തന്നെയും കുടുംബം സംശയം ആരോപിച്ചിരുന്നു. തുടർന്ന് ഈ കുടുംബം ഇത്തരത്തിലൊരു കൊടിയ പീഡനം ഭർത്തൃ വീട്ടിലുണ്ടായി എന്നുള്ളത് വെളിപ്പെടുത്തിയതിന്റെ പിന്നാലെയായിരുന്നു അന്വേഷണം നടന്നതും. ഈ അന്വേഷണത്തിന് തൊട്ടു പിന്നാലെ തന്നെ അന്വേഷണത്തിന് FIR ഇട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ കുടുംബം ഇവിടെ സ്ഥലത്ത് നിന്നും മുങ്ങുകയായിരുന്നു. പിന്നീട് ഏകദേശം 3 ആഴ്ചക്കാലമായിട്ട് ഒളിവിലായിരുന്ന പ്രതികളാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. രോഹിണി. ശരി ശ്യാം. തിരുവനന്തപുരം തിരുവല്ലത്ത് ഗാർഹിക പീഡനത്തെ തുടർന്ന് ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികൾ അറസ്റ്റിൽ. ഭർത്താവ്, പിതാവ്, മാതാവ് എന്നിങ്ങനെ 3 പേരെയാണ് അറസ്റ്റിലാക്കിയത്.
പ്രതികൾ 3 ആഴ്ചയായി ഒളിവിലായിരുന്നു. ശ്യാം കാങ്കാലിലാണ് വിവരങ്ങൾ നൽകിയത്.